ഇപ്പോൾ എമ്പുരാൻ, തുടരും, ഹിറ്റ്, ഫ്ലോപ്പ്, ഹിറ്റ്, ഇത് ബാധിക്കാറുണ്ട്? ഞാൻ അതിനെക്കുറിച്ച് വളരെ അങ്ങനെ കൺസേൺഡ് അല്ല. കാര്യം ഒരുപാട് ഫ്ലോപ്പ് സിനിമകളുണ്ടായിട്ടുണ്ട്, അതിൽ സൂപ്പർ ഹിറ്റ് ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊരു ആക്ടർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും വലിയ ഇവിടുത്തെ അല്ല, ഹോളിവുഡിലെ ഏറ്റവും വലിയ ഫിലിംസൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എത്രയോ ആക്ടേഴ്സിൻ്റെ. ഇവിടെയും ഹിന്ദി സിനിമയായാലും തമിഴ് സിനിമ ഹ്യൂജ് ഫിലിംസ്. പക്ഷെ നമുക്ക് തോന്നാത്തത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. മറ്റവരൊരു സിനിമ ചെയ്ത് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ബാധിക്കപ്പെടാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സിനിമ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സിനിമ റിലീസാകുന്നത്. ആ സിനിമ മോശമായെന്ന് പറഞ്ഞാലും എന്നെ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാത്ത ഞാൻ ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ടായിരിക്കാം, അല്ലാതെ ഞാൻ കൂടുതൽ വിശകലനം ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു പ്രത്യേകമായ സന്തോഷം, ഒരു മൊമെൻ്ററിയാണ്. ആ സിനിമ മോശമാകുമെന്ന് പറയുമ്പോൾ അയ്യോ എന്ന്, അത് ഏത് സിനിമ മോശമായാലും നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. സിനിമ മോശമായത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ തുടക്കം മുതൽ ആലോചിക്കണം. ആ സിനിമ എങ്ങനെ ഉണ്ടായി, ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് മോശമായെന്ന് പറഞ്ഞൊരു വിശകലനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആക്ടറുടെ പോർഷൻ വളരെ കുറവായിരിക്കും. ഇപ്പം ഒരാൾ പറയണം മോഹൻലാലില്ല അല്ലെങ്കിൽ മമ്മൂട്ടിക്ക അല്ലെങ്കിൽ ഇങ്ങനെ സോക്കോൾഡ് ആക്ടേഴ്സ് അഭിനയിച്ചുകൊണ്ട് ആ സിനിമ മോശമായിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ടോട്ടാലിറ്റിയിലാണ് ആ സിനിമ മോശമായിപ്പോകുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ. എന്തിനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് ചോദിക്കാം, അല്ലാതെ ഇത്ര മോശമായിട്ട് എന്തിനു അഭിനയിച്ചെന്ന് ചോദിക്കാൻ പറ്റില്ല.